വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠമായ സമയത്ത് ഇത്തികാഫിൻ്റെ നെയ്യത്തോടുകൂടെ അള്ളാഹുവിൻ്റെ ഭവനമായ ഈ പള്ളിയിൽ നാം ഒരുമിച്ച് കൂടിയതും പറയുന്നതും കേൾക്കുന്നതൊക്കെ അള്ളാഹു തആല സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. ഈ പുണ്യ ദിവസത്തിൻ്റെ ഈ സമയത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും ഇഷ്ടക്കാരുടെയൊക്കെ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും അള്ളാഹു തആല ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാനികളെ, നാം ജീവിക്കുന്ന ഈ ലോകം ഓരോ നിമിഷങ്ങളിലും പുതിയ പുതിയ രൂപങ്ങളിലൂടെ അധപ്പതനത്തിലേക്ക്, നാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം, അത് നമ്മൾ ദിനേന കണ്ടുകൊണ്ടിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് പത്രം തുറന്നപ്പോൾ കണ്ട പ്രധാനപ്പെട്ടൊരു വാർത്ത, മുടി വെട്ടാനും മാന്യമായി വസ്ത്രം ധരിക്കാനും പറഞ്ഞ പ്രിൻസിപ്പലിനെ +2 വിദ്യാർത്ഥികൾ കുത്തിക്കൊന്ന് അപ്പം തന്നെ ശരിയാക്കിയിട്ടിട്ട് അവർ ഓടിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പം മുടി വെട്ടാൻ കുട്ടികളോട് പറയാൻ പറ്റൂല, മാന്യമായ വസ്ത്രം ധരിക്കാൻ വിദ്യാർത്ഥികളോട് ഒരു പ്രിൻസിപ്പാളിനോ അധ്യാപകനോ പറയാൻ പറ്റൂല, ഒരു ഉസ്താദിന് പറയാൻ പറ്റൂല, മാതാപിതാക്കൾക്ക് പറയാൻ പറ്റൂല. ആ നിലയിലേക്ക് നമ്മുടെ ലോകത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. എല്ലാ അർത്ഥത്തിലും, ഇന്ന അർത്ഥമെന്നില്ല, ഏത് ഭാഗത്തും കൂടെ നോക്കിയാലും നമ്മൾ ഇന്ന് അധപ്പതനത്തിൻ്റെ പടുകുഴിയിലേക്ക് അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നാം ഇന്ന് ജീവിക്കുന്ന ലോകം, നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ണാടിയിലാണ്. കണ്ണാടി എന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്താണ് എന്ന് പറയും. പക്ഷെ ഇപ്പൊ ഗ്രാമപഞ്ചായത്ത് എന്ന് പേരേ ഉള്ളൂ കണ്ണാടിക്ക്. ന്യൂയോർക്ക് സിറ്റിയിൽ അല്ലെങ്കിൽ ലണ്ടനിൽ വാങ്ങാൻ കിട്ടുന്ന ഒരു സാധനം ഇപ്പോ കണ്ണാടിക്കാർക്ക് ഒരാൾക്ക് വാങ്ങണമെന്ന് തോന്നിയാൽ അപ്പോൾ 5 മിനിറ്റ് കൊണ്ട് വാങ്ങാൻ കിട്ടും. ഇതിനാണ് നാഗരികത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഗ്രാമപഞ്ചായത്ത് എന്ന് പേരിട്ടത് കൊണ്ട് നമ്മൾ ഗ്രാമീണരാകില്ല. ലോകം ഇന്ന് നാഗരികതയിലേക്ക് അതിവേഗം കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൈതല മലകം എന്നൊരു പ്രയോഗമുണ്ട്. കരതല മലകം എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. അതായത് ഉള്ളം കയ്യിലെ നെല്ലിക്ക പോലെ ലോകം ചുരുങ്ങി 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 വന്നുകൊണ്ടിരിക്കുകയാണ്, അകന്നകന്ന് പോവുകയല്ല. നമ്മൾ മനുഷ്യന്മാർ അകന്നകന്നങ്ങനെ പോവുകയാണ്. പക്ഷെ ലോകം അങ്ങനെയല്ല, ചുരുങ്ങി ചുരുങ്ങി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നാഗരികത, നഗര സംസ്കാരം ലോകത്ത് വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ഈ വിഭാഗം സംസ്കാരം കൊണ്ടു നടക്കുന്ന ഒരു വിഭാഗമാണ്. മതം എന്ന് പറയുന്നത് ഒരു സംസ്കാരമാണ്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകാനുഗ്രഹിയായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ പകർന്നു കിട്ടിയ ആ സംസ്കാരത്തിന്റെ വാഹകരാണ് മുസ്ലിമീങ്ങളായ നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ സംസ്കാരം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ധാർമ്മികത, സദാചാരബോധം, മൂല്യങ്ങൾ മനുഷ്യരിൽ ഉണ്ടാക്കുന്ന മാറ്റത്തിനാണ് സംസ്കാരം എന്ന് പറയുന്നത്. നാഗരികതയ്ക്ക് സംസ്കാരങ്ങളില്ല. നഗര സംസ്കാരം എന്ന് പറഞ്ഞാൽ വഞ്ചിക്കുക, തോൽപ്പിക്കുക, പറ്റിക്കുക, എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക എന്നതാണ് നഗരത്തിന്റെ സംസ്കാരം. ഗ്രാമീണ സംസ്കാരം എന്ന് പറയുന്നത് അങ്ങനെയല്ല. എങ്ങനെയെങ്കിലും സഹായിക്കുക, പാവങ്ങളെ സഹായിക്കുക, പട്ടിണിക്കാരെ ഭക്ഷണം കൊടുക്കുക, വിശക്കുന്നവന് ഭക്ഷണം നൽകുക, ദാഹിക്കുന്നവന് വെള്ളം നൽകുക, അതേപോലെയുള്ള സഹകരണവും സഹായവും കരുണയുമാണ് പണ്ട് കാലം മുതലേ ഗ്രാമീണതയുടെ അടയാളമായി കണക്കാക്കി വന്നിരുന്നത്. എന്നാൽ ഇന്ന് ലോകത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നഗര സംസ്കാരത്തിന്റെ ആളുകളായി മാറിയതോടുകൂടെ ഇസ്ലാമിക സംസ്കാരം, ധാർമ്മിക സദാചാരം എന്ന് പറയുന്ന ഒന്ന് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നാഗരികത നമുക്ക് തരുന്നത് എന്താ? നാഗരികതയുടെ ഫലമാണ് വിദ്യാഭ്യാസം. എവിടെയും സ്കൂളുകളാണ്. എത്ര സ്കൂളുകളാണ്? എല്ലാ ഒക്കിലും മൂലയിലൊക്കെ സ്കൂളുകളാണ്, കോളേജുകളാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധാരാളമായി പെരുകുകയാണ്. അത് നാഗരികതയുടെ ഒരു മാറ്റം തന്നെയാണ്. പക്ഷേ നമുക്ക് സംസ്കാരം തന്നിരുന്ന നമ്മുടെ മതം, ആ മതത്തിന്റെ സംസ്കാരം കൈയൊഴിക്കപ്പെടുകയും വിദ്യാഭ്യാസം എന്ന പേരിൽ നമുക്ക് കിട്ടുന്നതൊക്കെ മനുഷ്യത്വമില്ലാത്ത കാടൻ സംസ്കാരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരവസ്ഥ.
നമ്മളൊക്കെ കോടികൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചെലവഴിക്കുന്ന ആളുകളാണ്. ഇന്ന് വെള്ളിയാഴ്ച പള്ളിയിൽ പ്രസംഗിക്കേണ്ട വിഷയമായിട്ട് വിദ്യാഭ്യാസ ബോർഡ് അറിയിച്ച വിഷയം എന്താ അറിയോ? ഞാനത് പറയില്ല, പക്ഷെ വിഷയം പറയുകയാണ്. ജനങ്ങളോട് പറഞ്ഞിട്ട് നാളെ കുട്ടികളോടൊക്കെ 50 ഉറുപ്പിക കൊണ്ടുവരിക്കണം. മദ്രസയ്ക്ക് മുഅല്ലിം ഡേ എന്നും പറഞ്ഞിട്ട് ഒരു കുട്ടി 50 ഉറുപ്പിക നിർബന്ധമായി കൊണ്ടുവരണം. അങ്ങനെ 12 ലക്ഷം കുട്ടികളിൽ നിന്ന് 60 കോടി ഉറുപ്പിക അയച്ച സമസ്ത തിരിക്കും. അതാ ഞങ്ങൾ മൂല്യന്മാരെന്ന് പറഞ്ഞാൽ നിങ്ങളെ പുറത്ത് പൊട്ടന്മാരല്ല. പൈസ ഉണ്ടാക്കേണ്ടത് എങ്ങനെ ഞങ്ങൾക്ക് അറിയാം. അത് മൂല്യന്മാരെന്ന് വേണ്ട പറയാ. എന്നിട്ട് 50 ഉറുപ്പിക വീട്ടുകാർ വിചാരിക്കും മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയല്ലേ, 50 ഉറുപ്പിയല്ലേ, 60 കോടി ഉറുപ്പിക പിരിക്കാനാ തീരുമാനം. എന്തിന്? അത് ഞാൻ വിവരിക്കുന്നില്ല, നിങ്ങളെ അന്വേഷിച്ച് പഠിച്ചോളൂ എന്താ അതുകൊണ്ട് കാട്ടുന്നത്. ഏതായാലും ഒരു മുഅല്ലിമിന് ഞാൻ 10-30 കൊല്ലായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നു. 10 പൈസ എനിക്ക് അതിന്റെ പേരിൽ കിട്ടിയിട്ടില്ല. നീ കിട്ടും വേണ്ട. അല്ലാഹു തആല ആ ഹലാലില്ലാത്ത പൈസ വാങ്ങി തിന്നുന്ന അവസ്ഥ വരാതിരിക്കുമാറാകട്ടെ. നമ്മളൊക്കെ പേടിക്കണം, ഈ ആളുകളെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നു. ഇനി നമ്മുടെ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ നിലവാരം എന്താ? ഇപ്പൊ ഇന്നലത്തെ പത്രത്തില് ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള നാഷണൽ അച്ചീവ്മെന്റ് സർവേയുടെ ഫലം ഇന്നലത്തെ പത്രങ്ങളിലുണ്ട്. എന്താണ് ആ പത്രങ്ങളിൽ വന്നിരിക്കുന്ന വാർത്തയിൽ? നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരമാണ് ഈ പറയുന്നത്. 50% വിദ്യാർത്ഥികൾക്കും അടിസ്ഥാന കാര്യം പോലും അറിയില്ല. സ്കൂളിന്റെ ഈ പറയുന്നത് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ നിലവാരമാണ് ഈ പറയുന്നത്. 50%ത്തിനും അടിസ്ഥാന കാര്യങ്ങൾ പോലും അറിയില്ല. 9ാം ക്ലാസ്സിലെ 63%ത്തിനും ഭിന്നസംഖ്യകൾ, പൂർണ്ണസംഖ്യകൾ തുടങ്ങിയവയുടെ അടിസ്ഥാനം പോലും അറിയില്ല. 3ാം ക്ലാസ്സിലെ 45%ത്തിനും 100 വരെ എണ്ണാൻ അറിയില്ല. 6ാം ക്ലാസ്സിലെ 43%ത്തിനും ടെക്സ്റ്റ് ബുക്കുകളിലെ പ്രധാന ആശയങ്ങൾ ഗ്രഹിക്കാനാവുന്നില്ല. 6ാം ക്ലാസ്സിലെ 54%ത്തിനും പൂർണ്ണസംഖ്യകൾ താരതമ്യം ചെയ്യാനോ വലിയ സംഖ്യകൾ വായിക്കാനോ കഴിയുന്നില്ല. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലുള്ള നാഷണൽ അച്ചീവ്മെന്റ് സർവേയുടെ ഫലമാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ നിലവാരമാണ്. നമുക്കൊക്കെ ഒരു ധാരണ, എന്റെ കുട്ടിക്ക് മാത്രം ഒന്നും അറിയില്ല, അല്ലെങ്കിൽ എന്റെ കുട്ടി പഠിക്കുന്നത് ഇന്ത്യ രാജ്യം മുഴുവനുള്ള പ്രശ്നം. നമ്മൾ ഈ ചെലവാക്കുന്ന പൈസയൊന്നും ഫലപ്രദമായി ചെലവഴിക്കപ്പെടുന്നില്ല. കുട്ടികൾ പഠിക്കുന്നില്ല, പഠിക്കാൻ കുട്ടികൾക്ക് താല്പര്യമില്ല. പഠിക്കാൻ പറഞ്ഞ ആ അധ്യാപകന് കഴുത്തിന് തല ഉണ്ടാവില്ല, അല്ലെങ്കിൽ ജീവൻ ഉണ്ടാവില്ല. ഈ പറഞ്ഞ പോലെ ഒന്ന് കുത്തിക്കൊന്നതുപോലെ ഒന്നുകിൽ കുത്തിക്കൊല്ലും, അല്ലെങ്കിൽ വേറെ വല്ലതും കാട്ടും. അതുകൊണ്ട് അധ്യാപകർക്ക് പേടിയാണ്, പഠിപ്പിക്കുന്നവർക്ക് പേടിയാണ്. തല്ലാൻ പറ്റൂല. ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്, വിദ്യാർത്ഥികളെ തല്ലാൻ അധ്യാപകർക്ക് അധികാരമില്ല, അവകാശമില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞ 2-3 ദിവസം മുമ്പാണ്. അപ്പൊ നമ്മളൊന്ന് മനസ്സിലാക്കുക, നമ്മുടെ നാട്ടിലെ ഈ അവസ്ഥ വെച്ച് നമ്മളൊന്ന് പരിശോധിച്ചാൽ മതം നമുക്ക് നൽകേണ്ട, മതം എന്താ നൽകുന്നത്? വിദ്യാഭ്യാസം അല്ല, പോട്ടെ. നമ്മൾ നൽകുന്ന വിദ്യാഭ്യാസം ലോകം അംഗീകരിക്കില്ല, വേണ്ട. വിദ്യാഭ്യാസം അല്ലെങ്കിലും മതം സമൂഹത്തിൽ വ്യക്തികൾക്ക് വെളിവും വിവേകവും നൽകുന്നുണ്ട്. അതില്ലാതാക്കാനാണ് ഇപ്പൊ പുതിയ സംവിധാനങ്ങൾ ലോകത്ത് വന്നുകൊണ്ടേയിരിക്കുന്നത്. അതാണ് ഇസ്ലാം. പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്, അഫമൻ ശറഹല്ലാഹു സദ്റഹു ലിൽ ഇസ്ലാമി ഫഹുവ അലാ നൂരിൻ മിൻ റബ്ബിഹി. ആരുടെയെങ്കിലും മനസ്സിനെ അല്ലാഹു തആല ഇസ്ലാമിലേക്ക് വിശാലമാക്കി കൊടുത്താൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൂരിൽ, അവരുടെ കൽബിന് അല്ലാഹു തആല അവന്റെ റബ്ബിൽ നിന്നൊരു നൂറ്, ഒരു വെളിച്ചം അല്ലാഹു തആല അവരുടെ കൽബുകളിലേക്ക് നൽകുന്നുണ്ട് എന്നാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. നമുക്കറിയാലോ, ചില ആളുകൾ അങ്ങനെയാ. അപ്പോ ചില രാഷ്ട്രീയ പാർട്ടികളിൽ കൂടെ നമ്മൾ പറയില്ലേ, തലയിൽ ചാണകമാണ്, ഉണ്ടായിരുന്ന ബുദ്ധിയൊക്കെ ബുദ്ധിയല്ലാതായി മാറും, പറയുന്നതൊക്കെ പൊട്ടത്തരായി മാറും, ചെയ്യുന്നതൊക്കെ അന്തകമ്മിയായി മാറും. ഇങ്ങനെയുള്ള നിലവാരത്തിലേക്ക് മാറുന്ന എന്തുകൊണ്ടാ? അവർ വിശ്വസിക്കുന്ന ആ പ്രത്യയശാസ്ത്രത്തിന്റെ ഫലമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിൽ ഉണ്ടാവേണ്ട ഗുണം അല്ല, നൂരിൻ മിൻ റബ്ബിഹി, അല്ലാഹു നൽകുന്ന ഒരു വെളിച്ചം, നേർമാർഗത്തിലേക്ക് ചിന്തിക്കാൻ, നന്മത് പ്രവർത്തിക്കാൻ, നന്മയുടെ പ്രചാരകരും പ്രചോദകരുമാകാനുള്ള ഒരു വെളിച്ചം നമുക്കുണ്ടാവണം. അതാണ് മുസ്ലിമീങ്ങൾക്ക് കിട്ടേണ്ടത്. പക്ഷേ ആധുനിക വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുട്ടികളെ മദ്രസയ്ക്ക് പോലും വിടാതെ, മദ്രസയിൽ പോയാൽ അത് 2 കൂടി പഠിക്കാൻ എന്റെ കുട്ടിക്ക് കഴിയില്ല. 9ാം ക്ലാസ്സിലാണ് എന്റെ കുട്ടി, അല്ലെങ്കിൽ 10ലാണ്, അല്ലെങ്കിൽ +2ലാണ്.
സ്കൂളിൽ മദ്രസയും കൂടി പഠിക്കാൻ എന്റെ കുട്ടിക്ക് കഴിയില്ല. അപ്പൊ എന്റെ കുട്ടി ഏതായാലും മദ്രസ ഒഴിവാക്കിയാലും വിരോധമല്ല, സ്കൂളിൽ പഠിപ്പ് മുടക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ മദ്രസയിലേക്ക് വിട്ടാക്കുന്ന കുട്ടികൾ പഠിച്ചു ഉയർന്നു വരുമ്പോ അവരുടെ നിലവാരം എന്താണ് ലോകം നമുക്ക് കാണിച്ചു തരുന്നത്. ഇപ്പൊ എന്താ നടക്കുന്നത്? കേരള യൂണിവേഴ്സിറ്റിയിൽ നടക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ ഗുണമാണോ? കേരളത്തിൽ എന്നല്ല, ലോകത്തെ എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ് അവസ്ഥ. ആധുനിക വിദ്യാഭ്യാസം നേടിയ വ്യക്തികളും സമൂഹങ്ങളും ശക്തമായ കൗശലമുള്ളവരും ദുഷ്ടതയുള്ളവരുമാണെന്നാണ് ചരിത്രം തെളിയിക്കുന്നത്. വിദ്യാഭ്യാസം കൂടുന്തോറും കൗശലം കൂടും, മനുഷ്യത്വം കൂടില്ല. എങ്ങനെ പറ്റിക്കാം, എങ്ങനെ തട്ടിപ്പറിക്കാം, എങ്ങനെ ബാങ്കുകളെ കൊള്ളയടിക്കാം, എങ്ങനെ ബാങ്കിൽ നിന്ന് കടമെടുത്തിട്ട് മുങ്ങാം, ഇതാണ് ഇത്തരം വൃത്തികെട്ട ചിന്താഗതികളും ദുഷ്ടതകളുമാണ് ഭൗതിക വിദ്യാഭ്യാസത്തിലൂടെ അധികരിപ്പിക്കുന്നത് എന്ന് ലോകം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ലോകം കണ്ട വിദ്യാഭ്യാസ വിചക്ഷണന്മാരിൽ വലിയ ആളാണ് ഡോക്ടർ സ്റ്റീവൻ മുള്ളർ എന്ന് പറയുന്ന വലിയ ചിന്തകൻ. അദ്ദേഹം പറഞ്ഞ വാക്ക് വ്യക്തമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. യൂണിവേഴ്സിറ്റീസ് ആർ ടേണിംഗ് ഔട്ട് ഹൈലി സ്കില്ലഡ് ബാർബേറിയൻസ്. നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പുറത്തു വരുന്നത് ഒരുപാട് കഴിവുകളുള്ള വ്യത്യസ്തമായ കുറെ സ്കില്ലുകളുള്ള ബാർബേറിയൻസ് ആണ്, കാടന്മാരാണ്, സംസ്കാരമുള്ളവരല്ല. അത് മദ്രസയിൽ നിന്ന് കിട്ടണം, മതത്തിൽ നിന്ന് കിട്ടണം, സ്കൂളുകളിൽ നിന്ന് കിട്ടൂല, കോളേജുകളിൽ നിന്ന് കിട്ടൂല. കോളേജുകളിൽ നിന്ന് കിട്ടുന്നത് ഈ കാടത്തമാണ്, ഈ വൃത്തികേടാണ്. അതുകൊണ്ടാണ് കൊല്ലാനും തല്ലാനും അടിക്കാനും നമ്മൾ കാണുന്നില്ലേ. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തല്ലുന്നതും റോഡിലൂടെ ഓടിച്ച് തല്ലുന്നതും തല്ലി കൊല്ലുന്നതും കുത്തുന്നതും ഒക്കെ നമ്മൾ കാണുന്നു. നമ്മൾ അറച്ചു പോകുന്ന എത്രയോ. ഞാൻ ഒരു പ്രാവശ്യം വണ്ടൂരിൽ നിന്ന് പഠിക്കുന്ന കാലത്ത് വണ്ടൂരിൽ നിന്ന് വരുമ്പോ പാണ്ടിക്കാട് അങ്ങാടിയിൽ CITയും INTUCയും തമ്മിൽ സംഘടന നടക്കുക. എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല, ബസ്സിലാണ്. പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരൻ ലോറിയിൽ ഒരു ചാക്കെടുത്ത് തലയിൽ വെച്ചിട്ട് വന്നതോടുകൂടെ മറ്റേ രാഷ്ട്രീയ പാർട്ടിന്റെ ആള് അവനെ തള്ളിയിട്ടിട്ട് തലയ്ക്ക് ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ചു. ഇത് ഞാൻ കണ്ടു. പിന്നെ ഒരാഴ്ച ഞാൻ ഉറങ്ങിയിട്ടില്ല, എനിക്കത് സഹിക്കാൻ കഴിയില്ല. ഇരുമ്പ് കമ്പി കൊണ്ട് അടിക്കുക എന്തിനാ? തൊഴിലിൽ അവരുടെ ജോലിയുടെ ഭാഗം. മറ്റവൻ ചത്തോട്ടെ, ആ കൊണ്ടവൻ ആ ഇരുമ്പ് കമ്പി കൊണ്ട് അടിയേറ്റവൻ പിന്നെ അവന്റെ തല ശരിയായ ഓർമ്മയിൽ ശരിയായ ചിന്തയിൽ രക്ഷപ്പെട്ടാൽ തന്നെ അവന് കിട്ടൂല. ഇതാണ് നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ പുരോഗതിയും നമ്മുടെ ഭൗതിക നേട്ടവും. നമ്മൾ ആലോചിച്ച് നോക്കുക. ഇത് എത്രയോ നമ്മൾ കാണുന്നു, കണ്ടിട്ട് നമുക്കും അത് പ്രശ്നമാണ്. കണ്ടാലും നമ്മുടെ മനസ്സൊക്കെ മരവിച്ചു പോയി. തല്ലും കൊലയും. നമ്മുടെ കുട്ടികൾ 10-12 വയസ്സായ കുട്ടികൾ സ്കൂളുകളിൽ അടികൂടുന്നതും തല്ലുകൂടുന്നതും ഒക്കെ ഈ വിദ്യാഭ്യാസത്തിന്റെ ഫലമാണ്. Because we don't provide a framework of values to young people. അദ്ദേഹം പറഞ്ഞു, പുതിയ തലമുറയ്ക്ക് വ്യവസ്ഥാപിതമായ നിലവാരമുള്ള ഒരു ജീവിതത്തിന്റെ നിലവാരമുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കാൻ, ഒരു രൂപരേഖ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു. പുതിയ തലമുറയ്ക്ക് ജീവിതത്തെ പറ്റിയുള്ള ഒരു ഫ്രെയിം വർക്ക് ചെയ്ത് കൊടുക്കാൻ, ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം വീണ്ടും പറഞ്ഞു, മോർ ആൻഡ് മോർ സെർച്ചിങ് ഫോർ ഇറ്റ്. നമ്മൾ അതിനു വേണ്ടിയാണ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്, പക്ഷെ നടക്കുന്നില്ല. പുതിയ തലമുറ കാടന്മാരായി പോകുന്ന വിദ്യാഭ്യാസം കൂടുന്തോറും കുറെ മൃഗങ്ങള് തല്ലുക, കൊല്ലുക, വൃത്തികേടുകൾ അധ്യാപകർക്കെതിരെ, രക്ഷിതാക്കൾക്കെതിരെ ആ നിലയിലുള്ള വൃത്തികേടുകൾ അധികരിക്കുകയാണ്. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഗുണമാണിത് യാദൃച്ഛികമായി സംഭവിക്കുന്നൊന്നുമല്ല. നമ്മുടെ കുട്ടികളെ അങ്ങനെ ആക്കണം. അതിനുവേണ്ടിയുള്ള വിദ്യാഭ്യാസം, പാഠപുസ്തകങ്ങളും വിദ്യാഭ്യാസങ്ങളും ഒക്കെ ആ നിലയിലാണ് പോകുന്നത്. നമ്മൾ അറിയാതെ പോവുക. നമുക്ക് ആ ബോധമൊന്നുമില്ല. അതിപ്പോ എന്താ ഉള്ളത്? ചെറിയ ഒന്നിൽ നിന്നാണ് വലിയ തെറ്റുകളിലേക്ക് പ്രചോദനമായി തീരുന്നത്. ചെറുതാണ്, വലുതെന്ന് ചെറുതിക്കുമില്ലല്ല, ചെറുതെന്ന് വലുതിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ചിന്താഗതികൾ നമ്മളെ കാണിക്കണം. നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കപ്പെടുന്ന, കുട്ടികളെ പരിശീലിപ്പിക്കപ്പെടുന്ന ലിബറലിസം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തായി ലിബറലിസം? മാതാപിതാക്കളെ അനുസരിക്കാതിരുന്നാൽ ബാക്കിയൊക്കെ പിന്നെ ശരിയാക്കാന്നാണ് പഠിപ്പിക്കപ്പെടുന്നത്. ആദ്യം അധ്യാപകർക്കുള്ള പരിശീലനം അങ്ങനെയാണ്. മാതാപിതാക്കളെ അനുസരിക്കരുത് മക്കൾ. അവരിൽ നിന്ന് രക്ഷപ്പെട്ടാൽ പിന്നെ നമുക്ക് അവരെ കിട്ടും. പിന്നെ നമ്മൾ പറയുന്ന വഴിയിലേക്ക്, നമ്മുടെ തമ്മാടിത്തരത്തിനും നമ്മുടെ വൃത്തികേടിനും നമ്മുടെ തോന്നിയാസങ്ങൾക്കും അവരെ കിട്ടും എന്നാണ് പുതിയ വിദ്യാഭ്യാസം നമ്മുടെ മക്കളെ കൊണ്ടുപോകുന്ന ആ നിലയിലേക്കാണ്. നമ്മുടെ മക്കളെ നമ്മൾക്ക് കിട്ടൂല. നമ്മൾ പറഞ്ഞത് നമ്മുടെ മക്കൾ കേൾക്കൂല. അതന്നെ ലിബറലിസം എന്ന പേരിൽ ഇപ്പൊ അറിയപ്പെടുന്ന ഈ സംവിധാനം അതാണ്.
നമ്മുടെ മക്കളെ നമ്മളുമായിട്ട് അകറ്റുക. നമ്മൾ അവർക്ക് വേണ്ടി പണം സമ്പാദിക്കുന്നു, ചെലവഴിക്കുന്നു, ധാരാളമായി ചെലവാക്കുന്നു മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി. ഇന്നലെ ഞാൻ കണ്ണൂരുള്ള ഒരാളെ പറ്റി വായിച്ചപ്പോ അദ്ദേഹം 30,000 ഉറുപ്പികയ്ക്ക് വേണ്ടിയിട്ട് ഗൾഫിൽ പോയി ജോലി ചെയ്ത ഒരാള്. അങ്ങനെ ജോലി കുറച്ച് മെച്ചം പിടിച്ചപ്പോ അയാൾ ഭാര്യയ്ക്ക് ഒരു വിസ ഉണ്ടാക്കിയിട്ട് ഭാര്യയും മക്കളെയും ഗൾഫിൽ കൊണ്ടുപോയി. അവൾക്ക് അത്യാവശ്യം നല്ല ജോലി കിട്ടി. 60,000 ഉറുപ്പിക മാസം ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണ് ആ ഭാര്യയ്ക്ക് കിട്ടിയത്. കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ ഭർത്താവിന്റെ വരുമാനമില്ലാന്ന് അവർക്ക് മനസ്സിലായപ്പോ ഭാര്യയും മക്കളും കൂടി വേറെ ഒരു ഫ്ലാറ്റിൽ പോയി റൂം എടുത്ത് താമസം മാറ്റി. ഭർത്താവ് ഒറ്റപ്പെട്ടു. അവസാനം അയാള് നാട്ടിൽ വന്നിട്ട് ഇപ്പൊ മംഗലാപുരത്ത് ഒരു പെട്ടിക്കട നടത്തുക പ്രയാസപ്പെട്ടു. ഭാര്യയും മക്കളും നഷ്ടപ്പെട്ടു. ഭാര്യയ്ക്ക് വിസ ഉണ്ടാക്കി കൊടുത്തതിന്റെ ഫലം നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്ന വിദ്യാഭ്യാസം കൊണ്ട് കിട്ടിയ പുരോഗതിയാണിത്. നമ്മളെ യോജിപ്പിക്കാൻ വേണ്ടിയല്ല, മാതാപിതാക്കളെ അകറ്റാൻ, മക്കളെയും കുടുംബത്തെയും തമ്മിൽ തെറ്റിപ്പിക്കാൻ, അവൾക്ക് ഇഷ്ടമുള്ളവന്റെ ഒപ്പം അവൾക്ക് ഇറങ്ങിപ്പോകാൻ, അവനിഷ്ടമുള്ള പെണ്ണിനെ കൊണ്ടുപോയി അവന് വേണ്ട കാലത്തോളം ഒപ്പം ജീവിപ്പിക്കുക. അത് കഴിഞ്ഞാൽ കീറിയ ഷർട്ട് വലിച്ചെറിയുന്നത് പോലെ ഊരി വലിച്ചെറിയുക, പരസ്പരം മാറുക, പിന്നെ വേറെ പെണ്ണ് വേറെ ആണ്. ഇതാണ് ലിബറലിസം. ഈ സംസ്കാരത്തിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് വന്നിരിക്കുന്നത്. ഇത്തഹദു ദീനഹും ലൈബൻ വലഹ്വൻ വഗറത്തുഹുൽ ഹയാത്തുദ് ദുനിയ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞവർക്ക് ദുനിയാവാണ് വലുത്. അവരുടെ മതം എന്ന് പറയുന്ന അവർക്കൊരു കളിയും തമാശയുമാണ്. കളിയും തമാശയുമാണ് അവരുടെ മതം, അവരുടെ ജീവിതം. ദുനിയാവിന്റെ ഭൗതികമായ ജീവിതത്തിന്റെ ചതിയിൽ അവർ പെട്ടുപോയി. അതാണ് അവർക്കിപ്പോ വലുത്. ആ ചതിയിൽ നിന്ന്, ആ ചതിക്കുഴിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താൻ മാതാപിതാക്കൾ വിചാരിച്ചാൽ കഴിയൂല. നമ്മളൊക്കെ തന്ത വൈബുകളാ. വാപ്പയും ഉമ്മയും ഇപ്പൊ മക്കൾക്ക് കൊള്ളൂല. അത് തന്ത വൈബ്. നമ്മൾ പറയുന്നൊന്നും അവരുടെ തലയിൽ കയറൂല. നമ്മുടെ ഉപദേശങ്ങൾ അവർക്ക് കഴിയൂല. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 1 മിനിറ്റിനപ്പുറം ഒരു വാപ്പാന്റെ ഉപദേശം കേൾക്കാനോ ഉമ്മയുടെ ഉപദേശം കേൾക്കാനോ ഒരു മകനിപ്പോ കിട്ടൂല. കാരണം ഷോർട്സിന്റെ കാല. 1 മിനിറ്റൊന്നും ക്ഷമിക്കാനുള്ള സഹനം ഇപ്പോഴത്തെ മക്കൾക്കില്ല. 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ വഴന്ന് പറഞ്ഞിരുന്ന ആ കാലമൊക്കെ പോയി. അവിടെ നിന്ന് നമ്മുടെ മക്കളെ കിട്ടാനായത് ഈ അവസ്ഥ നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ നിന്ന് കിട്ടിയത് കൊണ്ടാണ്. പുതിയ തലമുറ ആ വഴിയിലേക്ക് അധപ്പതിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നതൊക്കെ പരിഹസിക്കപ്പെടുകയാണ്. ഇപ്പോ ഖുർആനാണ് പരിഹസിക്കപ്പെടുന്നത്. മുസ്ലിമാണെന്ന് പേരാണ്. മുസ്ലിമാണ്, ഞാൻ മുസ്ലിമാണ്. എന്നിട്ടോ ഖുർആന്റെ നെസ് പോലും അവർ അംഗീകരിക്കൂല. മദ്ഹബിന്റെ കഥ അവിടെ ഇരിക്കട്ടെ, ഖുർആൻ പറഞ്ഞതുപോലെ ഇവന്മാരെ സമ്മതിക്കൂല. പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒറ്റ ആയത്ത് ഞാൻ പറയട്ടെ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, രണ്ടയോ പ്രവാചകരെ, താങ്കൾ സത്യവിശ്വാസികളായ മുഅ്മിനുകളായ ആണുങ്ങളോട് പറയുക, അവരുടെ കണ്ണ് അവർ താഴ്ത്തട്ടെ. സ്വതന്ത്രമായി കണ്ണിനെ വിഹരിക്കാൻ വിടരുത്. കാണാൻ പറ്റാത്തത് കാണരുത്. അന്യ സ്ത്രീകളിലേക്ക് നോക്കരുത്. അവരുടെ ഗുഹ്യസ്ഥാനങ്ങളെ അവർ സൂക്ഷിച്ചു കൊള്ളട്ടെ. വ്യഭിചാരത്തിലേക്ക് പോകുന്ന, തെറ്റിലേക്ക് പോകുന്ന ഒരവസ്ഥ അവർക്ക് ഉണ്ടാവാതിരിക്കാനുള്ള ശ്രദ്ധ, ആ ജാഗ്രത പുരുഷന്മാർക്ക് ഉണ്ടാവട്ടെ എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതാണ് സംസ്കാരം. അതാണ് മതം പഠിപ്പിക്കുന്നത്. അല്ലാതെ 2 4 എന്നോ, ഒരു ഹൈഡ്രജൻ ആറ്റവും 2 ഓക്സിജൻ ആറ്റവും കൂടിയാൽ വെള്ളം ഉണ്ടാകുമെന്നോ പഠിപ്പിക്കലല്ല. ആ വെള്ളം ദാഹിച്ചവന് കൊടുക്കണം എന്ന് പഠിപ്പിക്കലാണ് സംസ്കാരം. അതാണ് സദാചാരം. അത്തരം ധാർമ്മിക മൂല്യങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ് ഇപ്പൊ വിദ്യാഭ്യാസത്തിന്റെ ആകെ തുകയായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. സ്ത്രീകളോട് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, സത്യവിശ്വാസിനികളായ സ്ത്രീകളോട്, മൂമിനത്തുകളായ പെണ്ണുങ്ങളോട് നബിയെ നിങ്ങൾ പറയുക, അവരുടെ കണ്ണുകൾ, ദൃഷ്ടികൾ അവർ താഴ്ത്തട്ടെ. അവർ അന്യപുരുഷന്മാരെ കണ്ട് ആനന്ദിക്കരുത്. അതൊരു സുഖമാക്കി കൊണ്ടു നടക്കാൻ നിൽക്കരുത്. അവരുടെ ഗുഹ്യസ്ഥാനത്തെ അല്ലാഹു ഹലാലാക്കിയ മാർഗത്തിൽ മാത്രം അവർ പരിമിതപ്പെടുത്തട്ടെ. അവരുടെ സൗന്ദര്യം അവർ പ്രദർശിപ്പിക്കരുത്. അല്ലാഹു അവർക്ക് നൽകിയ സൗന്ദര്യം അവർ പ്രദർശിപ്പിക്കരുത്. പരിശുദ്ധ ഖുർആന്റെ വ്യക്തമായ കൽപ്പനയാണ്. അത് അവർ മറച്ചു വെക്കണം.
അത് മൂടി വെക്കണം. അവരുടെ മുഖത്തിന്റെ സൗന്ദര്യം അന്യപുരുഷന്മാർ ആസ്വദിക്കുമെന്ന അവർക്ക് ഉറപ്പുള്ള ഘട്ടങ്ങളിൽ അവരുടെ മുഖത്തിന്റെ ഘട്ടങ്ങള് മുൻഭാഗത്തുകൂടെ അവരുടെ മാറിലൂടെ അവർ താഴ്ത്തിയിട്ട് കൊള്ളട്ടെ. മാറിന്റെ വലിപ്പവും അതിന്റെ ഗുണവുമൊന്നും മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന, കാണാൻ പറ്റുന്ന രൂപത്തിൽ മാറി തുറന്നിട്ടുകൊണ്ട് ഒരു പെണ്ണ് നടക്കരുത് എന്ന് പരിശുദ്ധ ഖുർആന്റെ നസ്സാണ്. ഇത് ഹനഫി ഇമാം പറഞ്ഞതല്ല, ഷാഫി ഇമാം പറഞ്ഞതല്ല. ഇതിപ്പോ നമുക്കാർക്കും പറയാനും പറ്റാത്ത അവസ്ഥയാണ്. മുസ്ലിമാണ്, പക്ഷെ അതൊക്കെ സ്ത്രീ പുരുഷ സമത്വത്തിനെതിരാണ്. ആന്നിപ്പോ പറയാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. ഈ തന്ത വൈബുകള് വെള്ളിയാഴ്ച മീറാവിൽ നിന്ന് പറയാനല്ലാതെ ഇതൊന്നും പുതിയ തലമുറയ്ക്കും ലിബറൽ ചിന്താഗതിയുള്ളവർക്ക് തലയിൽ കയറില്ല. എത്രയോ നമ്മൾ അനുഭവിച്ചറിയുന്നതായിട്ടൊക്കെ അവരൊക്കെ ചിന്തിക്കുന്നത് എന്താ പൈലക്കൻ, അതാ ഖുർആൻ പറഞ്ഞതൊന്നും ഒന്നുമില്ല. ഇതിനാണ് കുഫ്ർ എന്ന് പറയാം. കാഫിർ എന്ന് പറഞ്ഞാൽ ഇവിടെ പൊട്ടുപൊട്ട് കിടക്കാമെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ഖുർആനെ നിഷേധിച്ചവൻ കാഫിറാണ്. 5 വക്തും സുബഹി നിസ്കരിച്ചാലും അവനെ പറ്റി ഇസ്ലാമിന്റെ വിധി കാഫിർ എന്നാണ്. ഖുർആന്റെ വിധി, ഖുർആന്റെ മെസ്സായിട്ട് അറിയപ്പെട്ട വിധി നിഷേധിച്ചാൽ അവൻ കാഫിറാണ്. അവന് മുസ്ലിങ്ങളുടെ മക്കുപറയിൽ മറയടക്കപ്പെടാൻ പാടില്ല. അവന്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ പാടില്ല. അവന്റെ മകളെ കെട്ടിക്കാനുള്ള അധികാരം അവനില്ല. അവൻ നിസ്കരിച്ചിട്ട് നോമ്പ് നോക്കിയിട്ട് ഒന്നും കാര്യമില്ല. അത്ര അപകടകരമായ അവസ്ഥയാണ് നമ്മുടെ വിശ്വാസം. ഇപ്പൊ നമുക്ക് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് അള്ളാഹു റസൂലും പഠിപ്പിച്ചൊന്നുമല്ല. നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്ക് യോജിക്കുന്നത് നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ രാഷ്ട്രീയ പാർട്ടിക്ക് അംഗീകരിക്കാത്തൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റൂല. ആ നിലയിലേക്ക് നമ്മൾ അടപ്പതിച്ചു പോകുമ്പോ നമ്മൾ മുസ്ലിം അല്ലാതായി തീരുന്നുവെന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അള്ളാഹു സ്ത്രീകളോട് പറയുന്നു, അവരുടെ കാലുകളെ തമ്മിൽ കൂട്ടിമുട്ടിക്കരുത്. പെണ്ണുങ്ങളോട് ഖുർആൻ പറയുന്നതാണിത്. കാലുകൾ തമ്മിൽ കൂട്ടിമുട്ടരുത്. പെണ്ണുങ്ങളുടെ നടക്കുമ്പോഴാകട്ടെ നിൽക്കുമ്പോഴാകട്ടെ എന്തിന് അവളവിടെ നിൽക്കുന്നത് അറിയാത്ത വല്ല പാവപ്പെട്ട വല്ല നല്ല മനുഷ്യന്മാരെ അപ്പുറത്തുണ്ടെങ്കിൽ അവരെ നിങ്ങോട്ട് നോക്കാൻ വേണ്ടി ഒരു ഒച്ച ഉണ്ടാക്കുക, കാലിലെ പാദസരം ഇരിക്കുക. അപ്പൊ ആണുങ്ങൾ ഇങ്ങോട്ട് നോക്കുമല്ലോ. അതിനുവേണ്ടി കാലുകൾ തമ്മിൽ കൂട്ടിമുട്ടിച്ചു പോലും മറ്റുള്ളവരുടെ ശ്രദ്ധ തിരിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആന്റെ നെസ്സായിട്ട് അല്ലാഹു തആല പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇതൊന്നും പറയാൻ പറ്റൂല. പറഞ്ഞാൽ നമ്മൾ പുരോഗമനത്തിനെതിരാണ്, 6-ാം നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടതാണ്, തന്ത വൈബുകളാണ് എന്നൊക്കെ പറയുന്ന ഒരു നിലവാരത്തിലേക്ക് മാറുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇനി നമുക്ക് വഴല് പറഞ്ഞു വരാൻ പോകുന്നത് ദജ്ജാലാണ്. അവന്റെ ഉപദേശത്തിൽ ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ കഴിഞ്ഞു. ആ ദജ്ജാലിന്റെ തെളിയിലാണ് നമ്മൾ കുടുങ്ങാൻ പോകുന്നത് എന്ന ബോധം നമുക്ക് ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ലോകത്തോട് പഠിപ്പിച്ച ധാർമ്മിക സദാചാര മൂല്യങ്ങൾ വെറും നിസ്കാരം നോമ്പ് മാത്രമല്ല, ധാർമ്മിക സദാചാര മൂല്യങ്ങൾ എന്ന് പറയുന്ന ഒന്നുണ്ട്. അത് ലോകത്ത് നിലനിൽക്കണം, അത് നമ്മുടെ ബാധ്യതയാണ്. അത് കളയാൻ പാടില്ല. ആരൊക്കെ അത് ഉപേക്ഷിച്ചാലും മുസ്ലിമീങ്ങളത് ഉപേക്ഷിക്കുന്നവരാകാൻ പാടില്ലായിരുന്നു. പക്ഷെ അതും ഇപ്പൊ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതൊന്നും ഇപ്പൊ പറയാൻ പാടില്ല, പ്രസംഗത്തിലും പറയാൻ പാടില്ല, ഒരു വ്യക്തിയോടും പറയാൻ പാടില്ല, ആരോടും പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറി. ഒരു നിയമം എവിടെയും നടക്കൂല, ഒന്നും പറഞ്ഞാൽ നടക്കൂല. അവിടെ അപ്പൊ ലോകമുള്ള ഇനിയാന്ന് ഒരു മയ്യത്ത് മറയടക്കണ നേരത്ത് മറയടക്കി കഴിഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ഒരു തേക്കും തെയ്യമായിട്ട് വരും. കബറിന് മുകളിൽ വെക്കാനേ ഒരു തേക്കും തെയ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോ സത്യത്തിൽ ഞാൻ പറയാൻ പറ്റില്ല ആ വ്യക്തിയോട്, കാരണം എന്നോട് അത്രമാത്രം വശം ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് എന്ന് എനിക്ക് കണ്ടറിയാം. എന്നാലും പറയലിന്റെ ബാധ്യതയാണല്ലോ. ഞാൻ പറഞ്ഞു കബറിന് മുകളിൽ മരം വെക്കാൻ പാടില്ല, ചെടി കുത്തിക്കോളി, മരം വെക്കാൻ പാടില്ല. ഇന്നിപ്പോ ആ കബർ ഞാൻ സിയാറത്ത് ചെയ്യാൻ പോയി. ഇന്ന് 3 സിയാറത്തിന് പോയപ്പോ കബറിന്റെ മുകളിൽ വെച്ചിട്ടില്ല, 4 കാലിനോട് ചേർത്തി കൊണ്ടുപോയിട്ട് ആ തേക്കുന്നത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് കളഞ്ഞൊന്നുമില്ല, കാരണം നമ്മുടെ ലോകം എങ്ങനെ വെറുതെ തല്ലുകൊള്ളാൻ നിൽക്കണ്ടല്ലോ. പുതിയ തലമുറയിൽ ചെറുപ്പക്കാർ എപ്പോഴാ കത്തിയെടുത്ത് കുത്തുക എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അവർക്ക് മോലിയനും കണക്കാം, വാപ്പയും കണക്കാം, അമ്മയും കണക്കാം. അവർ വിചാരിച്ചത് ചെയ്യും. ഇതാണ് ഇന്നത്തെ ഇസ്ലാം. എന്നിട്ട് നമ്മൾ പറയുന്നത് നമ്മളൊക്കെ വലിയ ഇസ്ലാമിന്റെ ആളുകളാണ്. നമ്മൾ ഈ അവസ്ഥ മാറണം, നമ്മൾ മുസ്ലിങ്ങളാവണം. ആകുന്ന രൂപത്തിൽ മാറ്റം വരാൻ നമുക്ക് കഴിയുമ്പോഴാണ് യഥാർത്ഥത്തിൽ ധാർമ്മിക സദാചാര മൂല്യങ്ങളിലേക്ക് മടങ്ങാൻ കഴിയുമ്പോഴാണ് നമ്മൾ മുസ്ലിമീങ്ങളാവുക.
പരിശുദ്ധ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് കാണാം, ലയകൂനന്ന മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിൽ ഉണ്ടാകാൻ പോകുന്നുണ്ട് അഖ്വാം, കുറെ ജനങ്ങൾ, കുറെ ഐക്യങ്ങൾ, യസ്തഹില്ലൂനൽ ഹിറ വൽ ഹരീറ, അവർ വ്യഭിചാരം അനുവദനീയമാക്കും. അവർക്ക് വ്യഭിചാരം ഒരു പ്രശ്നമല്ല. എന്താ വ്യഭിചരിച്ചാല് എന്ന് ചിന്തിക്കുന്ന അവസ്ഥ. അതാ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊക്കെ ഇപ്പൊ നമ്മുടെ സ്കൂളുകളിൽ ഗവൺമെന്റ് ഉണ്ടാക്കി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന അവസ്ഥ അതാണ്. എന്താണും പെണ്ണും, എന്താ ഒന്നിച്ച് നടന്നാല്, എന്താ ഒന്നിച്ച് ജീവിച്ചാല്, എന്താ ഒന്നിച്ച് യാത്ര ചെയ്താല്, എന്താ ഒരുമിച്ച് ഇരുന്നാല് എന്ന് പറയുന്ന ഈ അവസ്ഥ അതിന്റെ തുടക്കമാണ്. അതാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഇവരിതൊക്കെ ഹലാലാക്കും. അതിനെ എതിർക്കാൻ നമുക്ക് കഴിയില്ല. കാരണം എതിർത്താൽ കുറെ ആളുകളുടെ ശത്രുവായി നമ്മൾ മാറും. അവർ നമ്മുടെ വിരോധികളായി തീരും. ആ മോചനം വെച്ചിരിക്കാൻ പറ്റൂല. അയാൾ ഞങ്ങൾക്ക് എതിര് പറഞ്ഞ ആളാണ് എന്ന് പറയാൻ ആളുണ്ടാവും. അല്ലാണ്ട് റസൂൽ പറയുന്നു വൽ ഹരീറ, പട്ടും അവർക്ക് അനുവദനീയമായിരിക്കും, വൽ ഹംറ, മദ്യവും അവർ അനുവദനീയമാക്കും, വൽ മഹാസിബ, സംഗീത ഉപകരണങ്ങളും, അങ്ങനെ ആട്ടവും കൂത്തും ചാട്ടവും ഡുംബാ ഡാൻസും ബാറന്തോ ഡാൻസും എല്ലാം ഹലാലായി വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്താ അങ്ങനെ ആയാലും, എന്താ അങ്ങനെ ചെയ്താലും, എന്താ അങ്ങനെ കാട്ടിയാല് ഒന്നുമില്ല, മുസ്ലിം അല്ലാതായി പോകുന്നു എന്ന് മാത്രം. ദജ്ജാലിന് അനുയായികളെ ശ്രദ്ധിക്കുന്ന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ആലോചിക്കുക, ലഹരി പോകലല്ല ഇവിടെ ലക്ഷ്യം. പിന്നെന്താ, നമ്മുടെ ചെറുപ്പക്കാരെ മുഴുവൻ കുടിപ്പിച്ച് കടത്തലാണ് ലോകത്തിന്റെ ആവശ്യം. പക്ഷെ കുടിക്കണ നേരത്തെ നിങ്ങൾ ഒന്ന് ചെയ്യണം, ടാക്സ് അടച്ചത് മാത്രമേ കുടിക്കാവൂ. ടാക്സ് അടക്കാത്തത് കുടിക്കൽ ഹറാമാണ്, തിന്നൽ ഹറാമാണ്. ഇത്രയേ ഉള്ളൂ. ഭരിക്കുന്ന ഗവൺമെന്റുകൾക്ക് അത്രയേ ഉള്ളൂ. അവരുടെ വരുമാന മാർഗമാണ്. ടാക്സ് അടച്ചാൽ ഏത് ലഹരിയും ഹലാലാവും. ടാക്സ് അടയ്ക്കാത്ത ലഹരികളാണ് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതും, പാൻപരാഗായാലും MDMA ആയാലും വേറുള്ള കഞ്ചാവായാലും ഒക്കെ ടാക്സ് അടയ്ക്കാത്ത ലഹരിയാണ്. അതുകൊണ്ട് അത് ഹറാമാണ്. അതിനും കൂടി ടാക്സ് അടയ്ക്കാൻ തുടങ്ങി അതും ഹലാലാവും. നമ്മൾ തിരിച്ചറിയണം, നമ്മുടെ സംസ്കാരം നഷ്ടപ്പെടുത്തുന്ന, നമ്മുടെ ഐഡന്റിറ്റി ഇല്ലാതാക്കുന്ന, ഇസ്ലാമിന്റെ തനത് രൂപം വെച്ച് ജീവിക്കാൻ നമുക്ക് കഴിയാത്ത വിധം നമ്മുടെ ലോകം ഇന്ന് അതപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്, മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മാറണം. നമ്മൾ ഇതിന്റെ ഇടയിൽ ജീവിക്കണം. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് നിങ്ങൾ പലപ്പോഴും കേട്ടൊരു ഹദീസ് ഉണ്ട്. മൻ തമസ്സക ബി സുന്നതി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. എന്റെ സമുദായം ചീത്തയാകുന്ന കാലത്ത് എന്റെ സുന്നത്ത് മുറുകെ പിടിച്ചാൽ അവൻ 100 രക്തസാക്ഷിയുടെ കൂലിയുണ്ടെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. 100 ബദറിൽ പങ്കെടുത്ത 100 ആൾക്ക് കിട്ടുന്ന കൂലി 2025 അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് പിൻപറ്റി ജീവിക്കുന്ന ഒരാൾക്ക് കിട്ടും. എന്താ കാരണം? അങ്ങനെ ജീവിക്കാൻ ഇവിടെ കഴിയില്ല, അതിനെ അനുവദിക്കൂല. ഒരാൾ നന്നാകാൻ തീരുമാനിച്ചാൽ ബാക്കിയുള്ളവരും കൂടി അതിനെ അനുവദിക്കൂല. അതെങ്ങനെയെങ്കിലും കേട് വരുത്തും. 5 നേരം ശരിയായി നിസ്കരിക്കാൻ സമ്മതിക്കൂല, ശരിയായി ജുമാ നടക്കൂല, ശരിയായ ബാങ്ക് വിളിയില്ല, ശരിയായ ഇഖാമത്തില്ല. എല്ലാ ഇബാദത്തുകളും പരിഷ്കരിക്കപ്പെട്ടു. അങ്ങനെ മാറ്റിയിട്ട് അവസാനം ഒന്നും റസൂലുള്ളാഹി തങ്ങളുടെ എന്ന് പറയാൻ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറ്റപ്പെടുകയാണ്. അങ്ങനെ വരുമ്പോ യഥാർത്ഥ സുന്നത്ത് പിൻപറ്റി ഒരാൾ ജീവിച്ചാൽ ബദരീങ്ങളിൽ നിന്ന് 100 ആൾക്ക് കിട്ടുന്ന കൂലി ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് കിട്ടും എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയണമെങ്കിൽ എത്ര പ്രയാസം നമ്മൾ അനുഭവിക്കേണ്ടി വരും ആലോചിക്കുക. സ്വഹാബത്ത് അനുഭവിക്കാത്ത അതിന്റെ 100 ഇരട്ടി 1000 ഇരട്ടി പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചാൽ നമുക്ക് ആ കൂലി കിട്ടും. അതിന് നമ്മൾ കുറെ പരിശ്രമിക്കണം. എന്ത് വരുമ്പോഴും ആലോചിക്കണത് റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തുമായി പൊരുത്തപ്പെടും.